നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഫുഡിൻ്റെ റെസിപ്പി ഒന്നല്ല കേട്ടോ. ഇന്ന് നമ്മളുടെ വീടിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളൊക്കെ മഴ പെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അവസ്ഥ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഇച്ചു ആയുണ്ട്. അവരും ഇതുപോലെ മഴയത്ത് നടന്നിട്ടൊന്നുമില്ല കുട പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ എങ്ങനെയാണ് വെള്ളം വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 ടൈമാണ് കേട്ടോ. അപ്പോൾ മഴ ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോണത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുളം കാണാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാടത്ത് പോണത്. ഇന്ന് നോമ്പുള്ള ദിവസമായ കാരണം ഇപ്പോൾ വേഗം പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പാടം കാണാൻ പോകുന്നത്. എന്താണ് ഇച്ചുവിൻ്റെ കയ്യില്? ബോട്ട്. ആയിന്റെ നമ്മളെ കണ്ടാ പോണേ. ഓക്കെ, എൻ്റെ വീടെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിൻ്റെ അടുത്തുള്ള അഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട് കുറച്ച് മെയിൻ റോഡിൽ നിന്നൊക്കെ ഉള്ളിലേക്കായിട്ടാണ്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. കിളികളുടെ സൗണ്ടും അതുപോലെ പക്ഷികളും പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ കണ്ടില്ലേ കുറേ കുളങ്ങളും തോടും ഒക്കെ ഉണ്ട്. കുളം എന്ന് അറിയാനായില്ലേ? മീനുണ്ടാ നോക്കിയേ. എവിടെ? അത് ലീഫല്ലേ? ഇനി നമുക്ക് പാടത്തേക്ക് പോവാ. എന്നാ ബാ. ഓഹോ, അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ എന്താ രസമല്ലേ കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എല്ലാവർക്കും കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഇലകളുടെ ഒക്കെ പിക്ചേഴ്സ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചു നിൽക്കുന്ന ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഹോം ടൂറൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കുറച്ച് ടൈം മഴക്കാലത്ത് ഇങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാനെന്നൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ടൂറും ഹോം ടൂറൊക്കെ വേറെ വീഡിയോയിൽ കാട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോണത് വീടിൻ്റെ പിന്നിലുള്ള പാടം കാണാനാണ്. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാലാണ് പാടം കാണുക. അപ്പോൾ ആ പാടം ഒരുവിധമൊക്കെ നിറഞ്ഞെന്നാണ് ഞങ്ങൾ അകലെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ഇതാണ് നമ്മളെ പാടം. പാടം എപ്പോഴും നിറഞ്ഞിട്ടില്ല അല്ലേ? നമ്മള് ഇതായി വെള്ളത്തിലിടാം, ബോട്ടിടാം. ബാ, ഈ വെള്ളത്തിലിടാം, ഈ വെള്ളത്തിലിട്ടോ. ആ കൊട കൊടുക്കാനാ ഒരെണ്ണം രീതി പിടിക്കത്താ. ഏട്ടൂട് മഴ പെയ്യുന്നുണ്ട്. അതിന് ഇത് കഴിഞ്ഞിട്ടിടാട്ടാ. ഞാൻ ആയിട്ടോ ഒരെണ്ണം മതി. കുഞ്ഞു ബോട്ട്, നിന്റെ ബോട്ട്.
എന്താ പോവാത്ത? നല്ല ചീവീടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ആയുന് കേൾക്കുന്നുണ്ടാ ചീവീടിന്റെ സൗണ്ട്? ഇവിടെ ഒന്നും വെള്ളമില്ലല്ലേ? ഇവിടെ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോണ്ടിട്ട് അവിടെ വല്ല പാമ്പുണ്ടാവേ. ഓ നല്ല കാർമേഘം ഉണ്ടല്ലേ? ഇനി അടുത്ത മഴ വരാൻ പോവാ തോന്നുന്നു. കണ്ടാ? ആയോ? അതെന്താ? നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിന് നോമ്പുണ്ടോ? വയ്യാക്കോ? വയ്യാക്കുണ്ടോ? നമ്മ വീട്ടിൽ പോവാ. നടക്ക്. പനി വരുമ്പോഴും നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ പാടത്തുനിന്ന് തിരിച്ചു വന്നു. ഇന്ന് ദുൽഹജ്ജ് 9 നോമ്പ് എടുത്തിട്ടുണ്ട് വീട്ടിലെല്ലാവരും. അപ്പോൾ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബോണ്ടയും പിന്നെ പഴംപൊരിയും പിന്നെ വേറെ ഒരു ചെറിയ പഴം കൊണ്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നോമ്പുള്ള കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യണം ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഴ ഇങ്ങനെ കുറഞ്ഞും കൂടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇടയ്ക്കൊക്കെ കാണാൻ നല്ല ഇടി വെട്ടണു. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ഫുഡല്ലാതെ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ പുഡിങ്ങും എല്ലാത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക.